ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ക്യാപിറ്റൽ ഗെയിനിൽ ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ക്യാപിറ്റൽ ഗെയിനിൻ്റെ ഒരു പ്രോബ്ലം ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കാം. മിസ്റ്റർ ഡെന്നി പർച്ചേസ്ഡ് എ ബിൽഡിംഗ് ഇൻ ജൂൺ 2002 for ₹5 lakh. During March 2012, he spent 7 lakh for additions to the building and sold the same in February 2024 for ₹60 lakh. Selling expense ₹50,000. Find out taxable capital gain. Then cost inflation index തന്നിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഡയറക്റ്റ് നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിച്ചു നോക്കുക. അതിൽ എപ്പോഴാണ് ബിൽഡിങ് പർച്ചേസ് ചെയ്യുന്നതെന്ന് നോക്കാം. ജൂൺ 2002 പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ കേസിൽ, ലാൻഡും ബിൽഡിങ്ങിൻ്റെ ഒക്കെ കേസിൽ നമ്മൾ പറയുന്നത് 24 മാസം കയ്യിൽ വെച്ചാൽ, 24 മാസത്തിൽ കൂടിക്കഴിഞ്ഞാൽ അത് ലോങ് ടേം ആവും. ഓക്കെ, 24 മാസം എന്ന് പറയുമ്പോൾ 2 വർഷത്തിനുള്ളിലാണ് കൈവശം വെക്കുന്നതെങ്കിൽ അത് ഷോർട്ട് ടേമും, 2 വർഷത്തിൽ കൂടിയാൽ അത് ലോങ് ടേം ആണ്. ഇത് 2002 പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ത് തന്നെയായിരിക്കും? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ലോങ് ടേം ഷോർട്ട് ടേം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ലോങ് ടേമിൽ നമ്മൾ കോസ്റ്റ് ഓഫ് അക്വസിഷനെയും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡെക്സേഷൻ ചെയ്യണം. ഷോർട്ട് ടേമിൽ നമ്മൾ ഈ ഇൻഡെക്സേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഫോർ ദ പ്രീവിയസ് ഇയർ 23-24. ആദ്യം നമുക്കറിയാം, ആദ്യം നമ്മൾ എഴുതേണ്ടത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആണ്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്, ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ അസറ്റ്, ഈ ക്യാപിറ്റൽ അസറ്റ് നമ്മൾ സോൾഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന അതിൻ്റെ പ്രൈസാണ് നമ്മുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ അസറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി നമ്മൾ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പൈസയാണ് നമ്മുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഇവിടെ നോക്കാം, സോൾഡ് ദ സെയിം ഇൻ ഫെബ്രുവരി 2024 ₹60 lakh. 60 ലക്ഷത്തിനാണ് ഇത് സോൾഡ് ചെയ്യുന്നത്. അപ്പോൾ 60 ലക്ഷമാണ് നമ്മുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എന്ത് കുറക്കുക? സെല്ലിംഗ് എക്സ്പെൻസ് കുറക്കുക. ലെസ് സെല്ലിംഗ് എക്സ്പെൻസ്. സെല്ലിംഗ് എക്സ്പെൻസ് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. 50,000 ആണ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 55 ലക്ഷം കിട്ടും. ഇതാണ് നെറ്റ് കൺസിഡറേഷൻ. നെറ്റ് കൺസിഡറേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്ന് സെല്ലിംഗ് എക്സ്പെൻസ് കുറച്ചാൽ കിട്ടുന്നത് നെറ്റ് കൺസിഡറേഷൻ. ഇനിയിപ്പോൾ സെല്ലിംഗ് എക്സ്പെൻസ് ഇല്ലെങ്കിൽ ഈ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ തന്നെയായിരിക്കും നെറ്റ് കൺസിഡറേഷൻ. അപ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് തന്നെ എഴുതിയാൽ മതി. അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും കുറക്കുക. ഷോർട്ട് ടേം ആണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും കുറക്കുക. ഇതിപ്പോൾ ലോങ് ടേം ആണ്, നമുക്കറിയാം. അപ്പോൾ ഇനി നെറ്റ് കൺസിഡറേഷൻ നമ്മൾ ആദ്യം കുറക്കേണ്ടത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആണ്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ അസറ്റ് അക്വയർ ചെയ്യാൻ നമുക്ക് വന്ന കോസ്റ്റ്, ആക്ച്വൽ കോസ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോക്കേണ്ടത് 1/4/2001 മുമ്പ് നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. അല്ലെങ്കിൽ 1/4/2001 ശേഷമാണോ ഇത് പർച്ചേസ് ചെയ്തത്? ശേഷമാണെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിലുള്ള കോസ്റ്റ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. 1/4/2001 ശേഷമാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ പർച്ചേസ് ചെയ്ത യഥാർത്ഥ കോസ്റ്റ് നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് എടുക്കാം. അതിനെ ഇൻഡെക്സ് ചെയ്താൽ മതി. 1/4/2001 മുമ്പാണ് അസറ്റ് അക്വയർ ചെയ്യുന്നതെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ 1/4/2001 FMV തമ്മിൽ കമ്പയർ ചെയ്യുക. എന്നിട്ട് ഹയറിനെയാണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യേണ്ടത്. ഇത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് തിയറി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആണ്. എപ്പോഴാണ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് നോക്കാം? ജൂൺ 2002. അപ്പോൾ 1/4/2001
ഒന്നിന് ശേഷമാണ്. അപ്പം നമുക്ക് യഥാർത്ഥത്തിലുള്ള കോസ്റ്റ് എടുക്കാം. ഇവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര രൂപക്കാണ് പർച്ചേസ് ചെയ്യുന്നത്? പർച്ചേസ്ഡ് എ ബിൽഡിംഗ് ഇൻ ജൂൺ 2002 ഫോർ 5 lakh, 5 ലക്ഷത്തിനാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ 5 ലക്ഷത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡെക്സ് ചെയ്യണം. ഇൻഡെക്സ് ചെയ്യുന്നത് ലോങ് ടേം ആയതുകൊണ്ടാണ് ഇൻഡെക്സ് ചെയ്യുന്നത്. ഇൻഡെക്സേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ. ഏത് വർഷമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇവിടെ സോൾഡ് ചെയ്യുന്നതാണ്, അസറ്റ് സോൾഡ് ചെയ്യുന്നത് ഏത് വർഷമാണ് ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. നമുക്കറിയാം ഇത് സോൾഡ് ചെയ്യുന്നത് ഫെബ്രുവരി 2024. അപ്പോൾ ഈ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് തന്നിട്ടില്ലെങ്കിലും ഈ 2023, 2024, 2001, 2002 അത് നമ്മുടെ ബേസ് ഇയറാണ്. ആ വർഷത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കാണാതെ പഠിക്കുക. അപ്പോൾ 2023, 2024 വർഷം CI എന്ന് പറയുന്നത് 348. ഏത് വർഷമാണോ ട്രാൻസ്ഫർ ചെയ്തത് അത് മുകളിൽ എഴുതുക. ഡിവൈഡഡ് ബൈ ഏത് വർഷമാണോ പർച്ചേസ് ചെയ്തത് ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. 2002 പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ 2002, 2003 നമുക്ക് തന്നിട്ടുണ്ട്. ജൂൺ 2002 എന്ന് പറയുമ്പോൾ 2002, 2003 വർഷമായിരിക്കും വരിക. അപ്പോൾ 2002, 2003 105 തന്നിട്ടുണ്ട്. അപ്പോൾ 105. ഇത് താഴെ ഭാഗത്ത് വരുന്നത് ഈ അക്വിസിഷൻ ആണെങ്കിൽ ഏത് വർഷമാണ് അക്വയർ ചെയ്തത്, ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിൽ ഏത് വർഷമാണ് ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയത് ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വരും. അപ്പോൾ ഇവിടെ 5 ലക്ഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള കോസ്റ്റാണ് ഇൻറ്റു ഏത് വർഷമാണ് ഇത് സോൾഡ് ചെയ്തത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത വർഷത്തെ CI അത് 348 ഡിവൈഡ് ബൈ ഏത് വർഷമാണ് അക്വയർ ചെയ്തത് ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 16,57,143. ഓക്കെ, ഇനി ഇതിൽ നിന്ന് എന്ത് കൂടി കുറക്കാം? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ ഇല്ലെങ്കിൽ കുറക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കുക. ഡ്യൂറിങ് മാർച്ച് 2012 ഹി സ്പെൻഡ് 7 lakh ഫോർ അഡീഷൻ ടു ദ ബിൽഡിംഗ്. അതായത് ഈ അഡീഷൻസ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നതാണ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 7 ലക്ഷമാണ്. എപ്പോഴാണ് ചെയ്യുന്നത് നോക്കുക. ആ വർഷത്തെ CI നമുക്ക് ആവശ്യമുണ്ട്, അതായത് ഇൻഡെക്സ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ട്. അപ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വാല്യൂ വരുന്നത് 7 lakh കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്. ഇതിനെ ഇൻഡെക്സ് ചെയ്യുക. ഇൻഡെക്സ് ചെയ്യുമ്പോൾ മുകളിൽ നമ്മൾ ഏത് വർഷമാണ് ട്രാൻസ്ഫർ ചെയ്തത് ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഡിവൈഡ് ബൈ ഏത് വർഷമാണ് ഇമ്പ്രൂവ്മെൻറ്റ് നടത്തുന്നത്. 2012 ഇമ്പ്രൂവ്മെൻറ്റ് നടത്തുന്നത്. ആ വർഷത്തെ CI ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. തന്നിട്ടുണ്ടാവും. 2011, 12 തന്നിട്ടുണ്ട്. 184. അപ്പോൾ ആ വർഷത്തെ CI നമ്മൾ എഴുതുക. അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 13,23,913. അപ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഏതിൽ നിന്ന് കുറക്കുക? നെറ്റ് കൺസിഡറേഷനിൽ നിന്ന് ഈ 2 വാല്യൂസ് കുറക്കുക. കുറക്കുമ്പോൾ കിട്ടുന്നതാണ് 29,68,944. ഇതാണ് എന്ത് പറയുന്നത്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ LTCG എന്ന് നമ്മൾ പറയും. ഇതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇത് പർച്ചേസ് ചെയ്യുന്ന വർഷം നോക്കിയിട്ടാണ് ഇത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത് 2002 പർച്ചേസ് ചെയ്തതുകൊണ്ട് ഇത് 2 വർഷത്തിൽ കൂടുതൽ കൈവശം വെച്ചതുകൊണ്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനാണ് വരുന്നത്.